നമസ്കാരം. വൈവിധ്യമാർന്നിട്ടുള്ള രുചിക്കൂട്ടുകളിൽ തൽപരരായിട്ടുള്ള നമ്മൾക്ക് ഇടയ്ക്കൊക്കെ തന്നെ ദഹന പ്രശ്നങ്ങൾ പിടിപെടാറുണ്ട്. അതിൽ നമുക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടാണ് അധികം ആളുകളും പറയുന്നത്. അതുപോലെ തന്നെ അസിഡിറ്റി പ്രശ്നങ്ങളോ വയറ് വീർത്ത് വരുന്നത് പോലെയുള്ള ബുദ്ധിമുട്ട്, മലബന്ധ പ്രശ്നങ്ങളോ ഒക്കെ തന്നെ ഈ ഒരു നോർമലായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന വ്യത്യാസങ്ങളും ഇത്തരം രുചിക്കൂട്ടുകളുടെ പുറകെ പോകുന്നത് കാരണവും ഒക്കെ തന്നെ വരാറുണ്ട്. ശരിയായ ഇടവേളകളിലല്ല നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എന്നുള്ളതൊക്കെ ഇതിന് കാരണമാകാറുണ്ട്. എന്നാൽ ഈ പ്രായഭേദമന്യേ വരുന്ന ഈ ഒരു പ്രശ്നത്തിന് ഉത്തമ പരിഹാരമായിട്ടും എളുപ്പത്തിൽ ഇഫക്റ്റീവായിട്ടുള്ള ഒരു മാറ്റം കാണാൻ പറ്റുന്നതുമായിട്ടുള്ള 3 ആയുർവേദ കൂട്ടുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. ഞാൻ ഡോക്ടർ സജിത ദിജിൻ. ഇത് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം ഇത് എങ്ങനെ കഴിക്കണം, ഏത് അളവിൽ കഴിക്കണം എന്നുള്ളതെല്ലാം വിശദമായിട്ട് കണ്ടതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുന്നതിന് കൂടെ ഹൈപ്പ് ചെയ്യാനും കൂടെ മറക്കരുത്. ഇതിൽ ഒന്നാമത്തേത് ഹിംഗു വജ അതിചൂർണമാണ്. പേര് കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുള്ള ഹിംഗു വജ, അതായത് നമ്മുടെ കായമൊക്കെ ചേർത്തിട്ടുള്ളതാണ്. നമുക്ക് ദഹന സംബന്ധമായിട്ട് വരുന്ന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇത് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതിൽ ഒരുപാടേറെ ആയുർവേദ മരുന്ന് കൂട്ടുകൾ ചേർന്നിട്ടുള്ളതാണ്. എപ്പോഴും നല്ലൊരു ലീഡിങ് ബ്രാൻഡ് നോക്കിയിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇതിൽ കായം, വയമ്പ്, അയമോദകം, കടുക്കത്തോട്, ആട്ടുകുട്ടപ്പാല വേര്, മാതളത്തോട്, കൊത്തമ്പാലയരി, പാടക്കിഴങ്ങ്, പുഷ്കരമൂലം, അടക്കാമണിയൻ വേര്, കച്ചോലം, കൊടുവേലിക്കുഴങ്ങ് ശുദ്ധി ചെയ്തത്, ഇന്ദുപ്പ്, ചുക്ക്, കുരുമുളക്, തിപ്പലി, അതുപോലെ കാട്ടുമുളകിൻ വേര്, ഞെരിഞ്ഞാമ്പുളിക്കിഴങ്ങ്, ഇതൊക്കെ തന്നെ തുല്യ അളവിൽ പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ഉപയോഗിക്കേണ്ടത്. ഒരു 3 മുതൽ 5 ഗ്രാം വരെയുള്ള പൊടി ഉപയോഗിച്ച് ഒരു 1/4 ഗ്ലാസ് ചൂടുള്ള വെള്ളത്തിൽ കലർത്തിയിട്ട് ഭക്ഷണത്തിന് മുൻപേ ആയിട്ട് കഴിക്കുന്നത് ഏറെ നല്ലതാണ്. ഇത് നമുക്കുണ്ടാവുന്ന ഭക്ഷണം കഴിച്ചാൽ ഉടനെ ഉണ്ടാവുന്ന വയറ് വീർത്ത് വരുന്നൊരവസ്ഥ, അതല്ലെങ്കിൽ ദുർഗന്ധത്തോട് കൂടിയിട്ടുള്ള കീഴ്വായു ശല്യമുള്ളവരാണെങ്കിലോ, അതുപോലെ നെഞ്ചരിച്ചിൽ, പൊളിച്ചു തികട്ടൽ, വയറിന് കൂടുതൽ കട്ടിപ്പ് തോന്നുന്ന ഒരവസ്ഥ, ശരിയായിട്ട് വായിക്കൊന്നും തന്നെ രുചിയില്ല എന്നുള്ളത് തോന്നുക, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, നിങ്ങൾക്ക് വിശപ്പൊന്നും നേരത്തിന് വരുന്നില്ല, ഇങ്ങനെ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ, അത് നമ്മുടെ ഉള്ളിലുള്ള ലിവർ സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉള്ളവർക്കും ഒക്കെ വരാറുണ്ട്. അങ്ങനെയുള്ള എന്ത് ഹെൽത്ത് ഇഷ്യൂസ് ആണെങ്കിലും നമ്മുടെ ബോഡിയെ നന്നായിട്ട് ഡീടോക്സ് ചെയ്യുന്ന രീതിയിലുള്ളതാണ്. കാരണം ഒരുപാടേറെ മരുന്ന് കൂട്ടുകളുടെ ഒരു പ്രൊഡക്റ്റാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ രണ്ടാമത്തെ ചേരുവ അഷ്ടചൂർണമാണ്. പേര് പോലെ തന്നെ അഷ്ടം 8 ആയുർവേദ മരുന്ന് കൂട്ടുകൾ ചേർന്നിട്ടുള്ളതാണ്. ഇത് നമുക്ക് വീട്ടിൽ തന്നെയുള്ള കാര്യങ്ങൾ തന്നെ ചേർത്തുണ്ടാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ചുക്ക്, കുരുമുളക്, തിപ്പലി, അയമോദകം, ജീരകം, കരിഞ്ജീരകം, ഇന്ദുപ്പ്, കായം വറുത്ത് പൊടിച്ചത്, ഇതൊക്കെ കൂടെ ചേർത്തിട്ട് ഒരു പ്രത്യേക അനുപാതത്തിൽ തയ്യാറാക്കി എടുക്കുന്നതാണ് ഈ അഷ്ടചൂർണം എന്നുള്ളത്. ഇത് നമുക്ക് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളത് കുഞ്ഞുങ്ങളിൽ ഉണ്ടാവുന്ന ഗ്രഹണി, വയറുവേദന പ്രശ്നങ്ങൾക്കുള്ളതാണെന്നാണ്. പക്ഷെ അങ്ങനെയല്ല, അതൊരു തെറ്റിദ്ധാരണയാണ്. മുതിർന്നവർക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ ഉപയോഗക്രമം എന്നുള്ളതല്ലേ. സാധാരണ പറയാറ്, ഇത് നമ്മൾ ആദ്യത്തെ ഉരുളയിൽ ഭക്ഷണം കഴിക്കുന്നതിൽ, ചോറ് കഴിക്കുന്നതിൻ്റെ ആദ്യത്തെ ഉരുളയിൽ നെയ്യും ചേർത്ത് ഉരുള തയ്യാറാക്കി അതിൽ ഈ ഒരു ചൂർണം ചേർത്ത് കഴിക്കാനാണ് പറയാറ്. അതല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടോ കാച്ചിയ മോരിൽ അല്പം ഇഞ്ചിയും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ചേർത്തിട്ട് നമ്മൾ മോര് കാച്ചിയെടുക്കുമല്ലോ, ആ കാച്ചിയ മോരിൽ ചേർത്ത് കഴിക്കുന്നത് ഒന്നുകൂടെ എഫക്റ്റീവാണ്. അപ്പം നമുക്കുണ്ടാവുന്ന ഇതുപോലെയുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഗ്രഹണിയോ വയറുവേദനയോ വയറ് വീർത്ത് വരുന്ന അവസ്ഥ, ശരിയായിട്ട് മലം പോകാത്തൊരവസ്ഥയുണ്ടെങ്കിൽ, വിശപ്പ് ശരിയായിട്ട് തോന്നുന്നില്ല, ഇങ്ങനെ രുചിക്കുറവ് തോന്നുന്നു വായിക്ക്, ഇങ്ങനെ ടേസ്റ്റ് ബഡ്സിനെയൊക്കെ തന്നെ ആക്റ്റീവാക്കി വെക്കാനൊക്കെ സഹായിക്കുന്നതാണിത്. കൃമി, വായുകോപം, ഉരുണ്ട് കയറ്റം, വയറ് വീർക്കുന്ന പ്രശ്നങ്ങൾ, ഇതിനെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ദഹന സംബന്ധമായിട്ട് വരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഈ പറഞ്ഞിട്ടുള്ള 2 ചൂർണങ്ങളും വളരെ ഉത്തമമാണ്. ഇതുപോലെ ഉണ്ടാവുന്ന ആസിഡ് റിഫ്ലക്സ്, അല്ലെങ്കിൽ വയറ് വീർക്കുന്നത്, ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ, ഇത്തരം ദഹന പ്രശ്നങ്ങൾ മാറ്റാൻ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന, വെറും വയറിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പറയാം. ഒരു നുള്ള് കായം, ഒരു നുള്ള് ഇന്ദുപ്പ്, അതുപോലെ 1 ടീസ്പൂണ് ജീരകം, ചെറിയ ജീരകം, 1 ടീസ്പൂണ് മുഴുവനായിട്ടുള്ള മല്ലി, ഇതെല്ലാം കൂടെ 1 കപ്പ് വെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ച് അല്പം ഒന്ന് വറ്റിച്ചെടുത്തിട്ട് ഇത്
വെറും വയറിൽ ഇളം ചൂടോടുകൂടി കുടിക്കാവുന്നതാണ്. ഈ പറഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റാൻ ഇതേറെ നല്ലതാണ്. ഇനി ഭക്ഷണശേഷമാണ് നമുക്ക് ഇങ്ങനെ ഇത് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു മരുന്ന് എടുക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് വയറിലുണ്ടാവുന്ന ഇത്തരം ബുദ്ധിമുട്ടുകൾ, കോൺസ്റ്റിപ്പേഷൻ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വയറിന് ഉണ്ടാവുന്ന ദഹന പ്രശ്നങ്ങൾ, അമിതമായിട്ട് നമുക്ക് കീഴ്വായു ശല്യമുണ്ട്, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതിന് ചെയ്യാൻ പറ്റുന്നത് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഉറങ്ങുന്നതിന് മുൻപായിട്ട് 1 ടീസ്പൂൺ ത്രിഫല ചൂർണം ഇളം ചൂടുള്ള വെള്ളത്തിൽ നന്നായിട്ട് ഉറങ്ങുന്നതിന് മുൻപായിട്ട് നമുക്ക് കുടിക്കാൻ പറ്റും. ഇതും തന്നെ വയറിന് നന്നായിട്ട്, ബോഡിയും മൊത്തത്തിൽ തന്നെ നമുക്ക് ഡീടോക്സ് ചെയ്യുന്ന രീതിയിലുള്ള നെല്ലിക്കയും കടുക്കയും താന്നിക്കയും ഒക്കെ ചേർന്നിട്ടുള്ള കാര്യങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. ത്രോട്ട് ഇറിറ്റേഷനൊക്കെ തന്നെ മാറ്റാനും അതുപോലെ ഉറക്കത്തിൽ അസിഡിറ്റിയുടെ ബുദ്ധിമുട്ടൊക്കെ മാറ്റാനും ഈസോഫാഗസിൽ ഉണ്ടാവുന്ന അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി ഹെൽത്തി ആക്കാനും ഒക്കെ സഹായിക്കുന്ന, ഉറങ്ങുന്നതിന് തൊട്ട് മുൻപ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു ചെറിയ 1/2 സ്പൂണ് ഇരട്ടി മധുരത്തിൻ്റെ പൊടി അല്പം ചൂടുള്ള പാലിലിട്ടിട്ട് അത് ഇളം ചൂടോട് കൂടിയിട്ട് ഉറങ്ങുന്നതിന് മുൻപ് കുടിക്കുന്നതും തന്നെ ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളെ മാറ്റാൻ നല്ലതാണ്. അങ്ങനെ പറഞ്ഞിട്ടുള്ള ഈ 4 ടിപ്പുകളും നിങ്ങൾക്ക് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ളതാണ് കേട്ടോ. ഇനി ചില ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതും ഒഴിവാക്കേണ്ടതുമായിട്ടുണ്ട്. അത് ഏതൊക്കെയെന്ന് നോക്കാം. ഇത്തരം അസിഡിറ്റി, ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകളും ദഹന പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ഒരു പ്രധാന കാരണം ഭക്ഷണമാണെന്ന് മനസ്സിലായല്ലോ. അതിൽ തന്നെ അമിതമായിട്ടുള്ള എരിവ്, പുളി, ഉപ്പ് അതുപോലെയുള്ള ഭക്ഷണ കാര്യങ്ങളൊക്കെ തന്നെ ഒഴിവാക്കുന്നതും അതുപോലെ നേരത്തിന് ഭക്ഷണം കഴിക്കുന്നതും രാത്രി ഭക്ഷണം അല്ലെങ്കിൽ നിങ്ങളുടെ അത്താഴം ഒരു 7:30-ക്ക് ശേഷം കഴിക്കാതിരിക്കുന്നതും ഒക്കെ ബുദ്ധിപൂർവമായിട്ടുള്ള ഒരു ചിട്ടയാണ്. അത് നിങ്ങൾ ശീലിച്ചു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് ദഹന പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ സഹായിക്കും. അതുപോലെ സ്ട്രെസ് എന്നുള്ളത് ഇതിലൊരു പ്രധാന വില്ലനാണ്. സ്ട്രെസ് കാരണം തന്നെ നമ്മുടെ ശരീരത്തിൽ ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മെറ്റബോളിസത്തിൽ വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ശരിയായിട്ടുള്ള വ്യായാമം, ചില ഭക്ഷണ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതും ഒക്കെ വേറെ നല്ലതായിരിക്കും. അസിഡിറ്റി അധികമുള്ള ആളുകളാണെങ്കിൽ ഫെർമെൻറ്റ് ചെയ്തിട്ടുള്ള ഇഡലി, ദോശ തുടങ്ങിയിട്ടുള്ള അധികമായിട്ടുള്ള ഉപയോഗം, അല്ലെങ്കിൽ സോഡ, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ആൽക്കഹോൾ, ബിയർ തുടങ്ങിയിട്ടുള്ള കാർബണേറ്റഡ് ഐറ്റംസ് ഒക്കെ ഒഴിവാക്കുക. ഇത് ഗ്യാസ് കൂടുതലായിട്ട് ഫോം ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഡൈജഷനെ ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുപോലെ പൂരി, പൊറോട്ട, ബാജി, പക്കോട, ചിപ്സ്, ഓയിലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തന്നെ കഴിക്കുന്നത് ഇതുപോലുള്ള പ്രശ്നങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുകയാണ് ചെയ്യുന്നത്. ഇനി പലപ്പോഴായിട്ട് ഫ്രൂട്ട്സിൽ അവോയ്ഡ് ചെയ്യേണ്ടത്, നല്ല അസിഡിറ്റി പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ സിട്രസ് ഫ്രൂട്ട്സ്, അതായത് ഓറഞ്ച്, ലെമൺ, പൈനാപ്പിൾ, ഭക്ഷണത്തിന് തൊട്ട് പുറകെ പഴം കഴിക്കുന്ന രീതിയൊക്കെ തന്നെ ഒഴിവാക്കാം. പലരും വിചാരിക്കുന്നത് ഭക്ഷണശേഷം പഴം, ഇതുപോലെ ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ അത് ഡൈജഷന് നല്ലതാണെന്ന്. അത് മുൻപ് കഴിക്കുകയാണെങ്കിൽ ഒരു അരമണിക്കൂർ മുൻപൊക്കെ കഴിക്കുകയാണെങ്കിൽ ഓക്കെയാണ്. ഭക്ഷണം കഴിഞ്ഞ ഉടനെ കഴിച്ചാൽ ഇത് പെട്ടെന്ന് ദഹിച്ചും പോകും, നമ്മൾ കഴിച്ച ഫുഡ് അവിടെ കിടക്കുകയും ചെയ്യും. അത് പലപ്പോഴും ഇൻഡൈജഷൻ എന്നുള്ളൊരു പ്രശ്നത്തിലേക്ക് പോകും. അതുകൊണ്ട് കഴിച്ച ഉടനെയുള്ള പഴങ്ങളോ അല്ലെങ്കിൽ ഫ്രൂട്ട് സാലഡ്, ഐസ്ക്രീം പോലുള്ള മധുര പദാർത്ഥങ്ങളൊന്നും കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇതൊക്കെ അസിഡിറ്റിക്കും അതുപോലെയുള്ള ഇൻഡൈജഷൻ അല്ലെങ്കിൽ ദഹന പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മീൽസ് കറക്റ്റ് ടൈമിന് കഴിക്കാതെ സ്കിപ്പ് ചെയ്തു പോകുന്നതും, ഒത്തിരി ലേറ്റായിട്ട് ഫുഡ് കഴിക്കുന്നതും, വളരെ പെട്ടെന്ന് ചവച്ചരയ്ക്കാതെ കഴിക്കുന്നതും, കഴിച്ച ഉടനെ തന്നെ കിടക്കുന്നതും, അതുപോലെ ചായയോ കോഫിയോ വെറും വയറിൽ കുടിക്കുന്നത്, ഇതൊക്കെ തന്നെ നിങ്ങളുടെ ഈ ഒരു അസിഡിറ്റിയെ കൂട്ടാനുള്ള കാര്യങ്ങളാണ്. അത് ഒഴിവാക്കണം. ഇതുപോലെ ഗ്രെയിൻസ് ആയിട്ടുള്ള റെഡ് റൈസ്, ബസുമതി റൈസ്, വീറ്റ്, ബാർലി ഒക്കെ തന്നെ നമ്മുടെ ഡൈജഷനെ വളരെ എളുപ്പത്തിലാക്കാൻ സഹായിക്കുന്നതാണ്. അതൊക്കെ നമുക്ക് കഴിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ വെജിറ്റബിൾസിലും തന്നെ ചുരക്ക അല്ലെങ്കിൽ കുമ്പളങ്ങ പോലുള്ള കാര്യങ്ങളോ, പടവലം അല്ലെങ്കിൽ ഡ്രം സ്റ്റിക്ക്, മുരിങ്ങക്കായ, ക്യാരറ്റ്, ബീൻസ്, ബീട്രൂട്ട്, ഇതൊക്കെ കഴിക്കാം. എപ്പോഴും നെഞ്ചരിച്ചിലും പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ പച്ചയ്ക്ക് ഉള്ളി കഴിക്കുന്നത് അധികം കഴിക്കേണ്ടതില്ല. അതുപോലെ തന്നെ ക്യാബേജും, ഇതൊക്കെ ഗ്യാസ് ഫോം ചെയ്യുന്നതായതുകൊണ്ട് തന്നെ നന്നായി പഴുത്ത പഴം, ആപ്പിള്, പപ്പായ, പോമഗ്രാനൈറ്റ്, ഡേറ്റ്സ്, സ്വീറ്റ് മെലോൺ, ഇതൊക്കെ നിങ്ങൾക്ക് കഴിക്കാം. ഒന്നും അധികമാവരുത്, ഭക്ഷണം കഴിച്ച ഉടനെ ആവരുത് എന്നുള്ളതേ ഉള്ളൂ. വളരെ കൂളിംഗ് ആയിട്ടുള്ള ഫുഡാണെങ്കിൽ, അതായത് ബട്ടർ മിൽക്കൊക്കെ ആണെങ്കിൽ ഡൈല്യൂട്ട് ചെയ്യാം. നമുക്ക് ജീരകവും കറിവേപ്പിലയും ഒരു ഇത്തിരി ഇന്ദുപ്പൊക്കെ ചേർത്തിട്ട്, അതുപോലെ ഇളനീർ വെള്ളം കഴിക്കുന്നതും ഒക്കെ തന്നെ നല്ലതാണ്. ഇനി ഒരു ഇളം ചൂടുള്ള പാലിലേക്ക് ഇരട്ടി മധുരം ചേർത്തുന്നതോ അതുപോലെ അല്പം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടോ കുടിക്കുന്നതും വേറെ നല്ലതാണ്. ഇതുപോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പലരും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് വളരെ നല്ലൊരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഈ മരുന്നുകൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യുന്നതോ അതല്ലെങ്കിൽ ഈ ആഹാര പദാർത്ഥങ്ങൾ ഒഴിവാക്കേണ്ടത് ഒഴിവാക്കുകയും കഴിക്കാൻ പറഞ്ഞതൊക്കെ തന്നെ ഫോളോ ചെയ്തും കഴിഞ്ഞാൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് ഇതിനെ മാറ്റിയെടുക്കാം.
മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. പലപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്ന റുട്ടീൻ തന്നെയാണ് നമ്മുടെ ഇത്തരം അസുഖങ്ങളുടെ സിവിയാരിറ്റി നിർണ്ണയിക്കുന്നത്. ഇതൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മരുന്നിനെ തന്നെ ആശ്രയിക്കാതെ നമ്മുടെ ഡയറ്റ് കൊണ്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇനി വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഇതൊരു ബ്രീത്തിങ് പ്രോബ്ലം ഒക്കെ ആയിട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ ബ്രീത്തിൻ്റെ റിതത്തിൽ മാറ്റം വരുന്നു എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡോക്ടറെ കാണേണ്ടതും ആവശ്യമാണ്. ഇത് ഒരുപാട് നാൾ ട്രീറ്റ് ചെയ്യാതിരുന്നാൽ അസിഡിറ്റിയൊക്കെ തന്നെ അൾസറായിട്ടൊക്കെ മാറാനുള്ള സാധ്യതയുണ്ട്. അത് കൂടുതൽ നമ്മുടെ ആരോഗ്യം വഷളാക്കുന്നതിന് കാരണമാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. കണ്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.